ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കും, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. പക്ഷെ നമ്മൾ തൂക്കി നോക്കുകയാണെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്ത സങ്കീർത്തനം 30. ഈ സങ്കീർത്തനം ഭവന പ്രതീക്ഷ ഗീതമാണ്. ഇവിടെ ദാവീദിന്റെ ഫോക്കസ് ദൈവത്തിലാണ്. ഭവന പ്രതീക്ഷ ആണെങ്കിലും ദൈവത്തെ സ്തുതിക്കുവാനാണ് ദാവീദ് പറയുന്നത്. ദാവീദിനറിയാം ഈ രാജ്യം ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് ദാവീദിനെ രാജാവായി തെരഞ്ഞെടുത്തത്. ദാവീദ് വെറും ഒരു പാത്രമാണ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി. 1-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, യു ഹാവ് ലിഫ്റ്റഡ് മീ അപ്പ്. ദൈവമാണ് ദാവീദിന് ഈ സെക്യൂരിറ്റി, ഈ സ്റ്റേറ്റസ് ഇതൊക്കെ കൊടുത്തത്. ദാവീദിന്റെ ജീവിതത്തിൽ അനേക യുദ്ധങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ദൈവം സഹായിച്ച് ദാവീദ് ആ യുദ്ധങ്ങളെല്ലാം ജയിച്ചു. എപ്പോഴൊക്കെ കഷ്ടങ്ങൾ വന്നോ ദാവീദ് ദൈവത്തോട് കരഞ്ഞു, ദൈവം ശത്രുക്കളെ എല്ലാം സംഹരിച്ചു. അടുത്ത 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വലിയ അസുഖം വരുന്നത്, ദാവീദ് മരണത്തോട് അടുക്കുന്നത്. അപ്പോഴും ദൈവത്തോട് കരഞ്ഞപ്പോൾ ആ മരണത്തിൽ നിന്ന്, ആ പാതാളത്തിൽ നിന്ന് ദാവീദിനെ ദൈവം വിടുവിച്ചു. ദാവീദ് ആഹ്വാനം ചെയ്യുവാണ്, വിശുദ്ധന്മാരെ യഹോവയെ സ്തുതിക്ക്. അടുത്ത് നമുക്ക് കാണാം ദാവീദ് പറയുന്ന, ദൈവത്തിന്റെ കോപം ക്ഷണം നേരത്തേക്കുള്ളൂ, എന്നാൽ ദൈവത്തിന്റെ പ്രസാദമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫേവർ ജീവപര്യന്തമാണ്. ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കും, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. പക്ഷെ നമ്മൾ തൂക്കി നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഫേവർ എപ്പോഴും മേളിലാണ്. അടുത്ത ഈ 6-7 വാക്യത്തിൽ ഒരു പർവ്വതത്തെ പറ്റി ദാവീദ് പറയുന്നുണ്ട്. നമ്മൾ പർവ്വതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പർവ്വതം പോലെയുള്ള വിഷയം. പക്ഷെ ഇവിടെ ദാവീദ് പറയുന്ന, യു മെയ്ഡ് മൈ മൗണ്ടൻ സ്ട്രോങ്. ഇവിടെ പർവ്വതം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സമ്പത്ത്, ദാവീദിന്റെ രാജ്യം, ദാവീദിന്റെ മക്കള്, ദാവീദിന്റെ ആരോഗ്യം, ഇതിനെല്ലാം ദൈവമാണ് നിർത്തിയത്. ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. അടുത്ത 8-10 ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ കരുണ കാണിക്കണം, എന്നെ വിടുവിക്കണം, ദൈവത്തിൽ ശരണം പ്രാപിക്കുവാണ്. അതിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് 11 വന്നതിൽ പറയുന്നത്, എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, റട്ട് മാറ്റി സന്തോഷം ഉടുപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദാവീദിനെ പോലെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിൽ ശരണം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മുടെ വിലാപത്തെ നൃത്യമാക്കി തീർക്കും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.